അതയേവ അസ്യ കർമ്മയോഗസ്യ ചിത്തവൃത്തിനിരോധലക്ഷണയോഗാതിരിക്തശക്തിതാം പ്രതിപാദയിതുമാഹ. ഈ പറഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ച കർമ്മയോഗം, സാഖ്യയോഗം, അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തി, അതിന് ചിത്തവൃത്തി നിരോധലക്ഷണ യോഗം, പതഞ്ജലി മഹർഷിയുടെ യോഗം. പതഞ്ജലി മഹർഷിയുടെ യോഗ സൂത്രം ആരംഭിക്കുന്നത് തന്നെ ചിത്തവൃത്തി നിരോധ, യോഗത്തിൻ്റെ ലക്ഷണം ചിത്തവൃത്തി നിരോധം ആണ് എന്ന് പറഞ്ഞിട്ടാണ്. ആ ചിത്തവൃത്തി നിരോധ ലക്ഷണത്തോടു കൂടിയിട്ടുള്ള യോഗത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ ഇനി പറയുന്നു. യോഗം എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കേട്ടു. അത് കേൾക്കുമ്പം സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക നമുക്ക് പരിചിതമായിട്ടുള്ള യോഗ സമ്പ്രദായങ്ങളാണ്. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രവും ഹഠയോഗവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. അതിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണ് എന്ന് ഇനി പറയാൻ പോകുന്നു. നേഹാതിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇതിൻ്റെ പ്രചാരത്തിലുള്ള ശ്ലോകം വായിക്കാം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അഭിക്രമം എന്ന വാക്കിന്, പ്രചാരത്തിലുള്ള അഭിക്രമം എന്ന വാക്കിന് പകരം ഇവിടെ അതിക്രമം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന ഇഹ അതിക്രമ നാശോസ്തി. ഇവിടെ അതിക്രമത്താൽ നാശം ഉണ്ടാകുന്നില്ല. പ്രത്യവായോ ന വിദ്യതേ. അധപ്പതനവും ഉണ്ടാകുന്നില്ല. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ ധർമ്മം, ഗീതയിൽ പ്രതിപാദിക്കപ്പെടുന്ന സാഖ്യയോഗം എന്ന ധർമ്മം അല്പം അഭ്യസിച്ചാൽ മതി. അല്പം അഭ്യസിച്ചാൽ മതി. അത് മഹതോ ഭയാത്രായതേ, വലുതായിട്ടുള്ള ഭയത്തിൽ നിന്ന് രക്ഷിക്കും. വലുതായിട്ടുള്ള ഭയം എന്താ? വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണമാണ്. ആ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കും. താൻ ഇല്ലാതെയായി പോകുമോ എന്ന ഭയത്തിൽ നിന്ന് അത് രക്ഷിക്കും. ഏത്? ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സാഖ്യയോഗത്തിൻ്റെ സ്വൽപാഭ്യാസം. അധികമൊന്നും അഭ്യസിക്കേണ്ട, സ്വൽപ്പം അഭ്യസിച്ചാൽ മതി. ഇനി നമുക്ക് സർവതോഭദ്രം എന്ന വ്യാഖ്യാനം വായിച്ച് കഴിഞ്ഞിട്ട് അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇഹ വക്തും പ്രക്രാന്തേ കർമ്മയോഗേ ചിത്തവൃത്തി നിരോധ ലക്ഷണ യോഗവത് അതിക്രമനാശോ നാസ്തി. ഇവിടെ പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കർമ്മയോഗം, സാഖ്യയോഗത്തിൽ ചിത്തവൃത്തി നിരോധ ലക്ഷണത്തോടു കൂടിയിട്ടുള്ള യോഗത്തിലെ പോലെ, പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പ്രതിപാദിച്ച യോഗത്തെ പോലെ അതിക്രമത്താൽ നാശം ഉണ്ടാകുന്നില്ല. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തിൽ ക്രമം അനുസരിച്ച് വേണം അഭ്യസിക്കാൻ. ക്രമം തെറ്റിയാൽ അതിൽ കുഴപ്പങ്ങളുണ്ടാവും. ഈ ഗ്രന്ഥത്തിൽ, ഭഗവത്ഗീതയിൽ പറയുന്ന യോഗം അഭ്യസിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ നാശമൊന്നും ഉണ്ടാകുന്നില്ല. സഹി യഥോപദിഷ്ട ക്രമസ്വഭ്യസ്ത സമസ്ത ഭൂമികാഭിർനിർവർത്യ സ്വരൂപത്വാത് പൂർവഭൂമികാനാം അനവാപ്താവുത്തരോത്തര ഭൂമികാരോഹണരൂപ ക്രമോല്ലംഘന ലക്ഷണേ അതിക്രമേ സതി വിനശ്യതി സ്വരൂപമേവ ന ലഭതേ. പതഞ്ജലി മഹർഷിയുടെ യോഗ സമ്പ്രദായമനുസരിച്ച് അഷ്ടാംഗയോഗമാണത്. യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി 8 അംഗങ്ങളോട് കൂടിയതാണ്. ഇതിൽ ഉപദേശമനുസരിച്ച് ഓരോ അംഗങ്ങളെ സ്വായത്തമാക്കിയതിന് ശേഷം വേണം അതിനുശേഷമുള്ള അംഗത്തിലേക്ക് കടക്കാൻ. ആദ്യം പറഞ്ഞിരിക്കുന്ന അംഗങ്ങളെ, അതായത് യമനിയമങ്ങൾ ശീലിച്ചതിന് ശേഷം ആസനം സിദ്ധി വരുത്തുക, ആസനസിദ്ധി വരുത്തിയതിന് ശേഷം പ്രാണായാമ സിദ്ധി വരുത്തുക, പ്രാണായാമം സിദ്ധമായതിന് ശേഷം പ്രത്യാഹാരം അഭ്യസിക്കുക. അങ്ങനെ ഒന്ന് വശമായി കഴിഞ്ഞിട്ട് വേണം അടുത്തതിലേക്ക് കടക്കാൻ. അങ്ങനെ അല്ല എങ്കിൽ
നേരത്തെ പറഞ്ഞിട്ടുള്ള അംഗങ്ങൾ സ്വായത്തമാക്കാതെ അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് പരിശീലിക്കുകയോ അതിലേക്ക് ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നാശം ഉണ്ടാകും, സ്വരൂപം ലഭിക്കുകയുമില്ല. എന്തിനു വേണ്ടിയിട്ടാണോ ഈ യോഗം അഭ്യസിക്കുന്നത് അത് ലഭിക്കുകയില്ല. സ താദൃശോ വിനാശ ഇഹ യോഗേ സമനന്തര വക്ഷ്യമാണോപപത്യ ന വിദ്യതേ. ആ വിധത്തിലുള്ള നാശം ഈ യോഗത്തിൽ ഇല്ല. ഈ യോഗത്തിൽ അങ്ങനെയുള്ള നാശം ഇല്ല. തഥാ തത്ര തത്തദംഗവൈകല്യാദ് അസമ്യകനുഷ്ഠിതേ വ്യാധ്യാതിർ വർത്തമാന ശരീരാനുഭവനീയ പുനർ ഗർഭവാസ ദുഃഖാദിഭിർഭവിഷ്യത് ശരീരാനുഭവനീയ പ്രത്യവായ അനിഷ്ടയോഗ സംഭവതി. ഇഹ തു പൂർവവത് സോപി ന വിദ്യത്തെ യതഃ അസ്യ ധർമ്മസ്യ യഥോക്തജ്ഞാനപൂർവതയാ ശാസ്ത്രചോദിത സ്വകർമാനുഷ്ഠാന സമാധിരൂപസ്യ സദാചാരവിശേഷസ്യ സംബന്ധി സ്വൽപമപി പരിമിതകാലലവാനുഭൂതസ്വരൂപം മഹതഃ സമസ്ത ഭവ ഹേതോർ അനാത്മന്യാത്മപ്രത്യയലക്ഷണാത് ഭയാത് സാധ്വസാദനുഷ്ഠാതാരം യോഗിനം ത്രായത്തെ പരിരക്ഷതി പുനസ്തത് സംബന്ധം തിരസ്കരോതീത്യർത്ഥ. അതായത് ഇതിൽ പറയണത് തഥാ തത്ര തത്തദ് അംഗവൈകല്യാത്, ഈ പതഞ്ജലി മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള യോഗത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് വൈകല്യം ഉണ്ടാവുകയോ അത് ക്രമമല്ലാത്ത രീതിയിൽ അനുഷ്ഠിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് രോഗാദികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുമാത്രമല്ല, തെറ്റായി ചെയ്യുന്ന യോഗം കാരണം വീണ്ടും ജനനമരണങ്ങൾക്കു വിധേയരായി ശരീരമെടുത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതൊന്നും ഇവിടെ ഇല്ല. ഗീതയിൽ പ്രതിപാദിക്കപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ഗീതയിൽ പ്രതിപാദിക്കപ്പെടുന്ന സാഖ്യയോഗം അനുസരിച്ചാൽ അതൊന്നും ഇല്ല. പ്രത്യവായ അനിഷ്ടയോഗം, ഇവിടെ പ്രത്യവായം എന്നുള്ളതിന് അനിഷ്ടയോഗം സംഭവിക്കുന്നില്ല. ഈ ധർമ്മം, ഭഗവത്ഗീതയിൽ പറയുന്ന ധർമ്മം, അതെന്താ? ആ ധർമ്മം, ഭഗവത്ഗീതയിൽ പറയുന്ന ധർമ്മം എന്താണ്? ജ്ഞാനപൂർവതയാ ശാസ്ത്രചോദിത സ്വകർമാനുഷ്ഠാന സമാധിരൂപസ്യ സദാചാര വിശേഷസ്യ സംബന്ധി. ആ ധർമ്മം അറിവോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. ശാസ്ത്രചോദിതമായിട്ടുള്ള സ്വകർമാനുഷ്ഠാനം, ശാസ്ത്രം ശാസിക്കുന്നത്, നമ്മളുടെ സ്വഭാവമനുസരിച്ച് നമ്മളെ ഓരോന്ന് ചെയ്യാനും ചെയ്യാതിരിക്കാനും പ്രേരിപ്പിക്കുന്നത് ശാസ്ത്രം, നമ്മുടെ തന്നെ ആന്തരിക ചോദന. ആ ആന്തരിക ചോദനയനുസരിച്ചിട്ടുള്ള സ്വകർമാനുഷ്ഠാനം, ആ സ്വകർമാനുഷ്ഠാനം അറിഞ്ഞുകൊണ്ട്, തനിക്ക് വേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവെയറായിക്കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നത്, അതാണ് സാഖ്യയോഗം. അത് സ്വൽപ്പമപി, കുറച്ചാണെങ്കിലും, പരിമിത കാലലവാനുഭൂത സ്വരൂപം, വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെങ്കിലും നമ്മുടെ ആന്തരിക ചോദന എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അറിവോടുകൂടി, തിരിച്ചറിവോടുകൂടി, അവയർനെസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമാണെങ്കിലും, കാരണം ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരായി, ശ്രദ്ധാവാന്മാരായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക ഇല്ലായിരിക്കാം. പക്ഷേ ഇത് നമുക്ക് ഓർമ്മ വരുമ്പോൾ, നാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, ഇതൊക്കെ വളരെ വിശദമായിട്ട് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ ഇതൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കും. അതുകൊണ്ട് ഇത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയാൽ അതിൽ വിഷമിക്കേണ്ട. കുറച്ച് ശ്ലോകങ്ങളൂടെ കഴിയുമ്പോൾ ഇത് വളരെ ക്ലിയറായിട്ട് വരും. അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, അതെങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളിനി കേൾക്കും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഒരു അല്പനേരത്തേക്കാണെങ്കിലും മതി, അധികമൊന്നും വേണ്ട.
ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരത്തേക്ക് മതി. എന്താ ഈ കുറച്ച് നേരത്തേക്ക് മതി എന്ന് പറയാൻ കാരണം, ഇത് സ്ഥിരമായി ചെയ്യുക എന്നുള്ളത് അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. സാധാരണക്കാരായ നമ്മൾ മറവിക്ക് വിധേയരാണ്. ഇതെല്ലാം എത്ര പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയാലും ഇതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകും. എന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മയില്ലാതിരിക്കുമോ? അതുമില്ല. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി താല്പര്യത്തോടുകൂടിയാണ് ഇതൊക്കെ പഠിക്കുന്നതെങ്കിൽ നമുക്കിത് ഇടയ്ക്ക് ഓർമ്മ വരും. ഓർമ്മ വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. മറന്നുപോയെങ്കിൽ പോയിക്കൊള്ളട്ടെ. മറന്നു പോകുന്നത് കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച് മറന്നു പോകുന്നതിനെ ശിക്ഷിക്കുന്ന ഒരു ഈശ്വര സങ്കല്പം നമുക്കില്ല. കാരണം നമ്മുടെ ഓർമ്മയും നമ്മുടെ മറവിയും ഈശ്വരാനുഗ്രഹമാണ്. അതുകൊണ്ട് ഈശ്വരേച്ഛയനുസരിച്ചിട്ടാണ് നമ്മൾ ഓർക്കുന്നത്, ഈശ്വരേച്ഛയനുസരിച്ചിട്ടാണ് നമ്മൾ മറക്കുന്നതും. അപ്പോൾ ഓർമ്മ വരുമ്പോൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. ആ പ്രവൃത്തി തൻ്റെ സ്വഭാവാനുസൃതം ആയിരിക്കണം. അതാണ് സ്വകർമ്മം സ്വധർമ്മം എന്നുള്ളതൊക്കെ. അങ്ങനെ സ്വകർമ്മത്തെ മനസ്സിലാക്കിയിട്ട് അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. അത് കുറച്ച് നേരത്തേക്കാണെങ്കിലും സ്വൽപ്പമപി മഹതഃ സമസ്ത ഭവഹേതോരനാത്മന്യാത്മപ്രത്യയലക്ഷണാത് ഭയാത് സാധ്വസാദനുഷ്ഠാതാരം യോഗിനം ത്രായതേ പരിരക്ഷതി പുനസ്തത്സംബന്ധം തിരസ്കരോതീത്യർത്ഥഃ. ഇത് കുറച്ച് നേരം അഭ്യസിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ മഹത്തായിട്ടുള്ള ഭയം, വലുതായിട്ടുള്ളത് എന്താണ്? ഈശ്വരൻ ആയിട്ടുള്ളതിനെ ഈശ്വരനല്ലാതെ കാണുക. ഇത് മുഴുവനും ഈശ്വരനാണ് എന്ന വാസ്തവത്തെ തിരിച്ചറിയാതെ ഇതെല്ലാം ഈശ്വരനിൽ നിന്ന് വ്യതിരിക്തമാണ് എന്ന ഭാവത്തോടു കൂടി പെരുമാറുക. അതാണ് വലുതായിട്ടുള്ള ഭയത്തിന് കാരണം. അങ്ങനെയുള്ള ഭയം, ഈശ്വരനായി കാണേണ്ടതിനെ ഈശ്വരനല്ലാതെ കണ്ട് പെരുമാറുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ഭയം മഹതഃ ഭയം, വലിയ ഭയമാണ്. അങ്ങനെയുള്ള ഭയത്തിൽ നിന്ന് ത്രായതേ പരിരക്ഷതി, അതിൽ നിന്ന് രക്ഷിക്കും. അതായത് ആ ഭയത്തെ ഇല്ലാതെയാക്കും. ഭയമില്ലാതെയായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ചുറ്റുപാടിലും ഉള്ളതും നമ്മളും എന്താണെന്നാണ് നമുക്ക് തോന്നുക? അത് മുഴുവനും ഈശ്വരനാണ് എന്നാണ് തോന്നുക. ഈശ്വരനായി കാണേണ്ടതിനെ ഈശ്വരനല്ലാതെ കണ്ടു പെരുമാറുന്നത് കൊണ്ടുണ്ടാകുന്ന ഭയം അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയുടെ സ്വൽപാഭ്യാസത്തിലൂടെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഒരുപാട് കാലമൊന്നും ഇത് പ്രവർത്തിക്കേണ്ട, കുറച്ചു കാലം പ്രവർത്തിച്ചാൽ മതി. മലയാളത്തിലെ ഒരു ചൊല്ല് ഓർക്കേണ്ടതാണ് ഇവിടെ: നഞ്ഞെന്തിനാ നന്നാഴി. വിഷം നല്ലതാണെങ്കിൽ അധികമൊന്നും കഴിക്കേണ്ട, കുറച്ച് കഴിച്ചാൽ മതി തട്ടിപ്പോകാൻ. അതല്ല, വിഷം നല്ലതല്ല എങ്കിൽ കണ്ടമാനം കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, അജീർണം പിടിച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നതിൽ കവിഞ്ഞ്. അതുകൊണ്ട് ഗീതയിൽ പ്രതിപാദിക്കുന്ന യോഗം അതിശക്തമാണ് എന്നുള്ളത് കൊണ്ട് അത് കുറച്ചഭ്യസിച്ചാൽ മതി. അതുകൊണ്ട് മഹത്തായിട്ടുള്ള ഭയത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകും. അത്ര ഹി ധർമ്മേ സതതമനസ്തമിത സമസ്ത വസ്തുപ്രഥൈക ഹേതു സാമാന്യ സംവിദ്രൂപ പരപ്രകാശൈക ലക്ഷണ സ്വാത്മ പ്രത്യവമർശോ നിരുത്തര സമാധി സകൃത് വിഭാതത്വേനൈവ നിർവർത്തിയ സമ്പൂർണ്ണ സ്വരൂപോ വിധീയതേ. ഈ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് സമ്പൂർണ്ണ സ്വരൂപത്തെ അറിയും, പൂർണ്ണമായിട്ടുള്ള സ്വരൂപത്തെ അറിയും. എങ്ങനെയാണ് ആ പൂർണ്ണമായിട്ടുള്ള സ്വരൂപത്തെ അറിയുക? ഒരു പ്രാവശ്യം പരമമായതിനെ തിരിച്ചറിഞ്ഞാൽ, ഒറ്റ പ്രാവശ്യം പരമമായതിനെ തിരിച്ചറിഞ്ഞാൽ തൻ്റെ സ്വരൂപം എന്താണ് എന്ന് അറിയും. പരമമായത് എന്താണ്? എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന, ഒരിക്കലും മറയാതെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന, സാമാന്യമാകുന്ന, എല്ലാത്തിലും സമമായിട്ടുള്ള സംവിദ്രൂപം, ബോധരൂപത്തോടു കൂടിയിട്ടുള്ള, ചിദ്രൂപത്തോടു കൂടിയിട്ടുള്ള
അത് ചിദ്രൂപം മാത്രമല്ല, പരപ്രകാശവും കൂടിയാണ്. പരമമായ പ്രകാശമാണ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന മഹാപ്രകാശമാണത്. അതിൻ്റെ വെളിച്ചത്തിലാണ്, അത് തരുന്ന അറിവിനാലാണ് നാം കാണുന്നതും കാണാത്തതും. നാം കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ ലോകം. നമ്മുടെ കാണലിനും കാണാതിരിക്കലിനും കാരണമായിട്ടുള്ള പ്രകാശം, അത് പരപ്രകാശം, അത് ബോധസ്വരൂപത്തോടു കൂടിയതാണ്, അറിവും കൂടിയാണത്. അത് എവിടെയാണുള്ളത്? എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു. സാമാന്യമായിട്ട് എല്ലാത്തിലുമുണ്ട്. എല്ലാത്തിലും അത് മറഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല, അത് തെളിഞ്ഞ് തന്നെയാണ് എല്ലാത്തിലും ഇരിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ധർമാനുഷ്ഠാനം കൊണ്ട് അതിനെ നാം തിരിച്ചറിയും. അത് ഒരൊറ്റ പ്രാവശ്യം അറിഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം അറിയുന്നതിലൂടെ നാം നമ്മുടെ സ്വരൂപത്തെയാണ് അറിയുക. അപ്പോൾ നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ബോധത്തോടു കൂടിയ പരപ്രകാശമാണ്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ബോധമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അത് എല്ലാത്തിലും വ്യാപിച്ച് കിടക്കുകയാണ്. മറഞ്ഞാണോ കിടക്കുന്നത് എല്ലാത്തിലും? അല്ല, അത് തെളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. നാം അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും അത് ഉണ്ട്. ആ പരമമായിട്ടുള്ള പരപ്രകാശമാകുന്ന പരപ്രകാശം ഏറ്റവും ഉയർന്ന പ്രകാശം. ആ പരപ്രകാശം ബോധത്തോടു കൂടിയതുമാണ്. ബോധത്തോടു കൂടിയ എല്ലാത്തിലും വ്യാപിച്ച് കിടക്കുന്ന പ്രകാശം, ആ പരപ്രകാശത്തെ ഒരിക്കൽ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാകും. അത് ഈ ധർമ്മത്തിൻ്റെ, ഭഗവത്ഗീതാധർമ്മത്തിൻ്റെ സ്വൽപ്പ അഭ്യാസം കൊണ്ട് സാധ്യമാണ്. സച വിഭാതമാത്ര സമ്പൂർണം ഫലം സമ്പാദയതി. ആ പരമമായിട്ടുള്ള പ്രകാശത്തെക്കുറിച്ചിട്ടുള്ള അറിവ് ഉദിക്കുന്നതോടുകൂടി സമ്പൂർണമായിട്ടുള്ള ഫലം ലഭിക്കുന്നു. ഈ ധർമാഭ്യാസത്തിലൂടെ, അതിൻ്റെ സ്വൽപ്പ അഭ്യാസത്തിലൂടെ തന്നെ ഇത് സാധ്യമാകും. ഇതൊരിക്കൽ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വായത്തമാണ്. നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, വെറും കുത്തുകൾ മാത്രമുള്ള ചിത്രങ്ങൾ. ആ കുത്തുകൾ മാത്രമുള്ള ചിത്രങ്ങളിലേക്ക് അലക്ഷ്യമായി നോക്കിക്കൊണ്ടിരുന്നാൽ അതിനകത്ത് ചില വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് തെളിഞ്ഞു കാണും. ആദ്യത്തെ പ്രാവശ്യം അത് കണ്ടുപിടിക്കാനേ പ്രയാസമുള്ളൂ. ഒരു പ്രാവശ്യം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പം നാം ആ ചിത്രത്തിൽ നോക്കിയാലും നമുക്ക് ആ ചിത്രത്തിനുള്ളിൽ അവ്യക്തമായി കിടക്കുന്ന രൂപത്തെ വ്യക്തമായി കാണാൻ സാധിക്കും. അതേപോലെ ഈ കാണുന്ന സകലത്തിലും, കാണുന്നത് എന്നുള്ളത് കൊണ്ട് കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും അറിയുന്നതും എല്ലാം ഉൾപ്പെടും. ഈ കാണുന്ന സകലത്തിലും പരപ്രകാശം ഉണ്ട്, പരമമായ ബോധസ്വരൂപം ഉണ്ട്. അതാണ് ഇതല്ല. സാഖ്യയോഗാഭ്യാസത്തിലൂടെ അതൊരിക്കൽ മനസ്സിലായാൽ, തിരിച്ചറിഞ്ഞാൽ, അതുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള ഫലം സമ്പാദിക്കാൻ സാധിക്കും. സമ്പൂർണമായിട്ടുള്ള പൂർണ്ണാവസ്ഥ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. തഥാച വക്ഷ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഇനി ഗീതയെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ, ഈ അധ്യായത്തിൽ തന്നെ കുറച്ച് ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ പറയും, ഈ ഒരറിവിൽ അവസാന കാലത്ത് സ്ഥിതി ചെയ്താലും, അന്തകാലേ അവസാന കാലത്ത് ഇതിൽ സ്ഥിതനായാലും നിഷ്ഠാവാനായാലും ആ ആള് ബ്രഹ്മത്തെ പ്രാപിക്കും. ഇതിന് പ്രായമില്ല. ഇത് ഏത് കാലത്താ ലഭിക്കുക എന്നുള്ളതിന് നിയമമൊന്നുമില്ല. ചെറുപ്പത്തിൽ തന്നെ അഭ്യസിക്കണം. പ്രായമായി കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല, ആയ കാലത്ത് ശ്രമിക്കണമായിരുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത്
ഏത് കാലത്തും അഭ്യസിക്കാം. ആർക്കു വേണമെങ്കിലും ഇത് അഭ്യസിക്കാം. ഏത് പ്രായത്തിൽ വേണമെങ്കിലും അഭ്യസിക്കാം. ഏത് കാലത്തിൽ വേണമെങ്കിലും ഏത് ദേശത്തിൽ വേണമെങ്കിലും ഇത് അഭ്യസിക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല. മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും ഇത് അഭ്യസിക്കാം. ആ അഭ്യാസത്തിലൂടെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന പരമമായ ചൈതന്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി, അതോടുകൂടി പൂർണ്ണത പ്രാപിക്കും. അതാണ് ഈ യോഗത്തിൻ്റെ മഹത്വം. ഗീതയിലെ അത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. ഒരാൾ അയാളുടെ അവസാന കാലത്ത് ഇതിൽ സ്ഥിതനാണെങ്കിലും അയാൾ മുക്തനായിത്തീരും ഇതി എന്ന് ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തതോ അസ്മിൻ പൂർവാപരക്രമാഭ്യസ്ത ഭൂമികാ സമ്പാദ്യ ചിത്തവൃത്തി നിരോധ ലക്ഷണയോഗവത് വിനാശപ്രത്യവായോ ന സംഭവത. ഈ യോഗത്തിൽ, ഈ സാഖ്യയോഗത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിത്തവൃത്തി നിരോധ ലക്ഷണത്തോടുകൂടിയ യോഗത്തെ പോലെ ക്രമം തെറ്റിച്ചഭ്യസിച്ചാൽ നാശമോ അധപ്പതനമോ ഉണ്ടാവുകയില്ല. പ്രത്യവായ എന്നുള്ള വാക്കിന് പ്രതി, അവ, അയ എന്നാണ് എടുക്കുന്നത്. പ്രതി എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ടുള്ള, അവ താഴോട്ടുള്ള, അയനം, പതനം, മാർഗം എന്നൊക്കെ അർത്ഥം. അതായത് ഇത് ഈ ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ള യോഗാഭ്യാസത്തിലൂടെ ഒരധപ്പതനവും ഒരാൾക്കും സംഭവിക്കില്ല. ഭഗവാൻ ഇനിയും പറയും, കുറച്ച് കഴിഞ്ഞാൽ യോഗഭ്രഷ്ടൻ ആവുകയില്ല. നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ, ഈ യോഗം ചെയ്യുന്നയാൾക്ക് ഒരു വിധത്തിലുള്ള നാശവും ഉണ്ടാവുകയില്ല. അയാൾക്ക് യോഗഭ്രഷ്ടത്വം ഉണ്ടാവുകയില്ല. ഒരല്പം അഭ്യസിച്ചാൽ മതി, അത് ഗുണമാണ്. നച അസ്യ പ്രസ്തുതസ്യ കർമ്മയോഗലക്ഷണസ്യ ധർമ്മസ്യ പ്രകർഷപ്രതിപാദനാത് നിരോധയോഗസ്യ ഇഹ സർവാത്മന പരിഹാരോ അവഗന്തവ്യ. ഈ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കർമ്മയോഗത്തെ പറ്റി കേട്ടു. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ ശ്രേഷ്ഠമാണ്, ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കാവുന്നതാണ്, വേണ്ടാത്തതാണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ എടുക്കരുത്. അങ്ങനെ ഇതിനർത്ഥമില്ല. ഈ പറഞ്ഞിട്ടുള്ള ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള കർമ്മയോഗം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളതെല്ലാം മോശമാണ് എന്ന് ധരിക്കരുത്. ഏതുപോലെ ചക്കയുടെ മാഹാത്മ്യത്തെപ്പറ്റി കേട്ടത് കഴിഞ്ഞ് മാങ്ങ മോശമാണ് എന്ന് ധരിക്കരുത് എന്നതുപോലെ ഈ യോഗത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയാണ് പറഞ്ഞത്, മറ്റേത് മോശമാണെന്നല്ല. കാരണം മറ്റേത് പതഞ്ജലി മഹർഷിയുടെയും മറ്റും യോഗ സമ്പ്രദായങ്ങൾ ഇഷ്ടപ്പെടുന്നവരും അതിന് യോഗ്യതയുള്ളവരും ഈ ലോകത്ത് ഉണ്ടാകും. അവർക്ക് അത് അനിവാര്യമാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവർ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് കൊണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന ധ്വനി ഇതിൽ ഇല്ല. ഇവിടെ പറയുന്നത് ഇത് അഭ്യസിച്ചാൽ ഉള്ള നേട്ടത്തെക്കുറിച്ചാണ്. മറ്റേത് ക്രമമനുസരിച്ചല്ലാതെ അഭ്യസിച്ചാൽ ഉണ്ടാകുന്ന ദോഷം ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം ഇവിടെ തെറ്റാൻ ഒരു ക്രമം ഇല്ല. അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെയുള്ള പ്രവൃത്തിയുടെ മാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ബാക്കിയെല്ലാം മോശമാണ് എന്നില്ല. സഹി അത്ര തത്തസ്നാനാദി ക്രിയാവിശേഷവത് പൂർവാപര രാത്രാദി നിയതകാലാനുഷ്ഠേയതയാ നിയതേതി കർത്തവ്യതാകോ അന്തർഭവത്യേവ. നേരത്തെ പറഞ്ഞതൊക്കെ പതഞ്ജലി മഹർഷിയുടെ യോഗമൊക്കെ നിയമമനുസരിച്ച് ചെയ്യുന്നതാണ്. ഓരോരോ കാലത്തിൽ ഓരോന്ന് ചെയ്യണം. ഇപ്പം സ്നാനാദി ക്രിയാവിശേഷവത് പൂർവാപര രാത്രാദി നിയതകാലാനുഷ്ഠേയതയാ, ഓരോ കാലത്തും അനുഷ്ഠിക്കേണ്ടതാണ് ചിലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലത്തും അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഗണത്തിൽപ്പെടും പതഞ്ജലി മഹർഷിയുടെയൊക്കെ യോഗം. കാരണം അതൊക്കെ നിയതമായിട്ടുള്ളതാണ്. ഓരോന്നിനും ഓരോ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്.
അവയൊക്കെ മോശമാണ് എന്ന് അർത്ഥമില്ല. നിയമമനുസരിച്ച് ക്രമഗതമായി അഭ്യസിക്കേണ്ടത് മോശമാണെന്നോ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണെന്നോ അർത്ഥം ഇല്ല. ഇനി നമുക്ക് അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. സർവതോഭദ്രത്തിൽ പറയുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. മറ്റ് സമ്പ്രദായങ്ങളിൽ ക്രമം തെറ്റിയാൽ കുഴപ്പങ്ങളുണ്ടാകും, ഇവിടെ ക്രമം തെറ്റിയാൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സന്ധ്യാവന്ദനം, അത് കൃത്യമായി ചെയ്യേണ്ടതാണ്. രാവിലെ ചെയ്യേണ്ട സന്ധ്യ, ഉച്ചയ്ക്ക് ചെയ്യേണ്ടത്, വൈകുന്നേരം ചെയ്യേണ്ടത്. ഈ 3 സമയങ്ങളിലും ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട്. ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങൾക്കും ചെയ്യേണ്ടുന്ന അനുഷ്ഠാനങ്ങൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സന്ധ്യ അനുഷ്ഠിക്കാൻ സാധിക്കാതെ വന്നാൽ അതിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് കടക്കാൻ. നേരെ മറിച്ചിട്ട് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്ന സാഖ്യയോഗത്തിൽ അങ്ങനെയുള്ള പ്രായശ്ചിത്തമൊന്നുമില്ല. മറ്റ് സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മറന്നുപോയാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ മറന്നുപോയാൽ മറന്നുപോയി, അത്രേ ഉള്ളൂ. ഇവിടെ മറന്നുപോയതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് ഇത് ശ്രേഷ്ഠമാണ് എന്ന് പറയാം. അതുകൊണ്ട് മറ്റതെല്ലാം മോശമാണ് എന്ന് അർത്ഥം ഇല്ല. ഇനി അഭിനവഗുപ്തപാദർ പറയുന്നത് കേൾക്കാം. അസ്യാം ബുദ്ധൗ അതിക്രമേണ അപരാധേന പ്രമാദേന നാശോ ന ഭവതി പ്രമാദസ്യ അഭാവാത്. ഇതിൽ ഈ യോഗത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് അപരാധം കൊണ്ടോ പ്രമാദം കൊണ്ടോ ഒരു നാശം ഉണ്ടാകുന്നില്ല. അതായത് എന്തെങ്കിലും തെറ്റ് പറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. പ്രമാദസ്യ അഭാവാത്. കാരണം ഇതിൽ ശ്രദ്ധയില്ലാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം ഇത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. ഇത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ ശ്രദ്ധയില്ലാതെ പോയാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഈ യോഗം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാകും. ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാതെ പോയാൽ, ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയാൽ അതൊന്നും കൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. യഥാച പരിമിതേന ശ്രീകണ്ഠകണേന ജ്വാലായമാനോപി തൈലകടാഹ സദ്യ ശീതീഭവതി ഏവമനയാ സ്വൽപയാപി യോഗബുദ്ധിയാ മഹാഭയം സംസാരരൂപം വിനശ്യതി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിമിതേന ശ്രീകണ്ഠകണേന ജ്വാലായമാനോപി തൈലകടാഹ സദ്യ ശീതീഭവതി. അടുപ്പത്ത് വെച്ചിരിക്കുന്ന നല്ല ചൂടോടുകൂടിയിരിക്കുന്ന എണ്ണപ്പാത്രം, ആ എണ്ണപ്പാത്രം എങ്ങനെയാണ് നമ്മൾ അടുപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക? ചെറിയ ഒരു കഷ്ണം തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കഷ്ണം കടലാസ് കൊണ്ടോ ആണ് നമ്മൾ എടുക്കുക. ആ ചെറിയ കഷ്ണം കൊണ്ട് അതിനെ പിടിക്കുമ്പോൾ അതിൻ്റെ ചൂട് നമുക്ക് അനുഭവവേദ്യം ആവുകയില്ല. അതുപോലെ ഏവമനയ സ്വൽപയാപി യോഗബുദ്ധിയ മഹാഭയം സംസാരരൂപം വിനശ്യതി. അതുപോലെ ഈ യോഗത്തിൻ്റെ ഒരു അല്പം അഭ്യാസം കൊണ്ട് തന്നെ മഹത്തായിട്ടുള്ള ഭയം, സംസാരരൂപം നശിച്ചു പോകും. സംസാരം എങ്ങനെയാ, എന്തുകൊണ്ടാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്? ഇത് ഈശ്വരനല്ല എന്ന തോന്നലോടുകൂടി, എന്ന ധാരണയോടുകൂടി ഇതിൽ പെരുമാറുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്. ഇത് മുഴുവനും സർവത്ര സർവദാ ഈശ്വരനാണ് എന്ന തിരിച്ചറിവോടുകൂടി നാം ഇടപെടുകയാണെങ്കിൽ നമുക്കൊരു ഭയവും ഉണ്ടാവുകയില്ല. ആ ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധയില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി, അറിവോടുകൂടി, തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണെങ്കിലും അതുമതി വലുതായിട്ടുള്ള ഭയത്തെ ഇല്ലാതെയാക്കാൻ.